അടിപൊളിയായിരുന്നു ബ്രോ. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ്. മറ്റേ പ്രത്യേകിച്ച് മറ്റേ ആളപ്പുറം തമിഴിനൊക്കെ പഴയ അതേ വൈബ്. ഒരു രക്ഷയില്ല ബ്രോ. എന്തായാലും ആ 17 ദീപാവലിയുടെ ആ വൈബ് അതിന്റെ അപ്പുറം ഉണ്ടായിരുന്നു. പൊന്നെണ്ണ രോമാഞ്ചം തുള്ളയായിരുന്നു അവിടെ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ. ഒരു രക്ഷയില്ല. ചോട്ട മുമ്പിക്ക് ശേഷം ഒരു പെർഫെക്റ്റ് റീ റിലീസ് കിട്ടി. അതേപോലെ തന്നെ ഒരു റീ റിലീസ് കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വിജയുടെ പടം തന്നെ വരണം. ഒരു രക്ഷയില്ല തകർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ 2014 തിരിച്ചു. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങളുടെ തളപതി ബർത്ത്ഡേ ഇത് തൊട്ട് ആഘോഷിക്കുകയായിരുന്നു. വൻ വൈബായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ വൻ വൈബായിരുന്നു. അന്ന് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ. അതിൽ ഒരു കുറവുമില്ല. സൂപ്പർ ആയിരുന്നു. ഇതുവരെ ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വീണ്ടും കാണുക എന്ന് പറയുന്നത് അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നതാണ് കണ്ടത്. വീണ്ടും ജോലി ചെയ്യുമ്പോൾ കാണുമ്പോൾ അതൊരു ഡോപ്പമൈൻ ഹിറ്റാണ്. എല്ലാ എക്സ്പെക്ടഡ് സീൻ ആയിക്കൂടെ അതൊരു അല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്ട്രീം ഡോപ്പമൈൻ ഹിറ്റ്. അതാണ് പറയുന്നത്. എക്സ്പീരിയൻസ് വിജയന്റെ സിനിമയെ കുറിച്ച് നമ്മൾ എന്ത് എക്സ്പീരിയൻസ് പറയാനാണ്? എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വേറെ ലെവലായിരിക്കും. കത്തി നശിച്ചു. അടുത്ത ഷോയുടെ സ്ക്രീൻ ഉണ്ടോ നോക്കിയോ? എക്സ്പീരിയൻസ് ആട്ടോ. ചോട്ട മുമ്പിക്ക് ശേഷം വീണ്ടും റീ റിലീസ് വന്ന് എന്താ മോഹൻലാൽ വിജയ് എന്നുള്ള ഒരു കോംബോ ആ ഒരു ഇവിടെ റീ റിലീസ് വെച്ചാൽ അതേ ഓടത്തുള്ളൂ. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. മെർസിൽ കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് ഇറങ്ങിയ ടൈമിൽ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. പടം നല്ലതാണല്ലോ. നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ. കിടലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് സെലിബ്രേറ്റ് ചെയ്യാനാണ് വരുന്നത്. ഫാൻസിനോട് ഇരുന്ന് കാണുമ്പോൾ ഒരു സീറ്റിലൊന്നും ഇരിക്കാതെ ഡാൻസ് കളിച്ച് അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 7ാം ക്ലാസ്സിൽ അജിന്തയെ പോയി കണ്ട ഓർമ്മ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ദീപാവലി സമയത്ത് കണ്ടതാണ്. അപ്പൊ അതേ തിയേറ്റർ ഫീൽ. നമുക്ക് വർഷത്തിൽ ഒരിക്കൽ ഒരു റീ റിലീസ് കിട്ടിയാലും മതി. പൊളിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് അളപ്പുറം തമിഴരൊക്കെ തൂക്കി അടി തന്നെ. ഇത് വെറും തൂക്കി അടിച്ചായിരുന്നു. സൂപ്പറായിരുന്നു. എന്താ പറയുക, നമ്മൾ അന്ന് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഇതുപോലും മികവ് മാറ്റാതെ അതേപടി ആ ഒരു ഫ്രഷ്നെസ്സോടെ ആ പടം ഇപ്പോഴും നിൽപ്പുണ്ട്. ഓരോ ഫ്രെയിംസ് ആയാലും അറ്റ്ലീഡ് അറിയാലോ പീക്ക് ടൈമിൽ ചെയ്തൊരു വർക്കാണ്. പിന്നെ ഇന്ന് കുറേ മീംസിലൊക്കെ ഓരോന്ന് കോമഡി വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി. നമ്മളൊക്കെ നല്ല രീതിയിൽ ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്തു. സോ വാസ് എ ബ്ലാസ്റ്റ്. സോ താങ്ക്സ്. അന്ന് കണ്ട അതേപോലെ തന്നെയാണ് ഇന്ന്. അതിനെക്കാട്ടി ഹൈ വൈബ് ഉത്സവപ്പറമ്പ്. അതാണ് സംഭവം. വെട്ടിമാരൻ തന്നെ അന്നത്തെ പോലെ തന്നെ വെട്ടിമാരൻ്റെ പിന്നെ വെട്രിമാരൻ വിജയൻ്റെ ഇന്ന് സിനിമ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാവും അറ്റ്ലി അന്ന് എടുത്ത അത്രയും മേക്കിംഗ് ഒക്കെ നമുക്ക് ഇന്ന് കാണുമ്പോൾ കുറേ കൂടെ മനസ്സിലാവും അറ്റ്ലി എത്രത്തോളം മേക്ക് ചെയ്താണ് എടുത്തത്. കാരണം കുറേ പേരൊക്കെ ഇന്ന് കാണുമ്പോൾ പറയും 3 വിജയ് എന്നൊക്കെ പറയും. പക്ഷെ അത് അറ്റ്ലി അന്ന് എടുത്ത മേക്കിംഗ് അതൊക്കെ കാണുമ്പോൾ ഇന്ന് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സത്യമാണ്. കാരണം ഇന്ന് നടക്കുന്ന സിസേറിയൻ ആ കാലഘട്ടം അതൊക്കെ ഭയങ്കര രീതിയിൽ അറ്റ്ലി അന്നാണ് അതേ വൈബ് വരുന്നത് നമ്മൾ